വളരെ ശ്രേഷ്ഠമായ നാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് മഹത്തായ 99 നാമങ്ങളുണ്ട്. ആ 99 നാമങ്ങൾ കാണാതെ പഠിച്ചവൻ സ്വർഗത്തിലാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്ന ലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദാ. അല്ലാഹുവിന് മഹത്തായ 99 നാമങ്ങളുണ്ട്. ഫമൻ ഹസാഹാ ദഖലൽ ജന്ന. ആരൊരുവൻ അത് മനഃപ്പാഠമാക്കുന്നു, അത് പരിപൂർണമായി വ്യക്തമായി പഠിച്ചു വെക്കുന്നു, അവന് തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല അതിനുള്ള ശ്രേഷ്ഠത കേട്ടോ. 99 പേര് റബ്ബിനുള്ളതാ. അസ്മാഉൽ ഹുസ്ന ഹദീസിൽ വന്നതാ. കാണാതൊരാൾ പഠിക്കുന്നു എന്നാൽ പേരിത് സ്വർഗത്തിലാണവനും ഹദീസിൽ ഉണ്ടിത്. പറയുന്നതും കേട്ടിട്ടമൽ ചെയ്യേണ്ടതാ. അല്ലാഹു ജല്ല ജലാലവൻ മലക്കൊന്നിനെ പടച്ചിട്ടുമുണ്ടതു കേൾക്ക് രൂപം എങ്ങനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിച്ച രൂപം പറയാം. കേട്ടോ, എങ്ങനെയാണ് ആ മലക്കിനെ സൃഷ്ടിച്ചതെന്ന് കേട്ടോ. ആ മലക്ക് ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ വലിയ ഇബാദത്താണ് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10 വട്ടം ചൊല്ലണം നമ്മൾ ഈ ചൊല്ലിയ നാമം. നമ്മളിപ്പോ ചൊല്ലിയത് യാ അല്ലാഹു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്. അങ്ങനെ വേണോ? അത് വേണമെന്നില്ല. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു യാ ഖുദ്ദൂസ് മതി. അങ്ങനെ ചൊല്ലിയാൽ മതിയാവുന്നതാണ്. പക്ഷെ 10 പ്രാവശ്യം ചൊല്ലണം സുബഹിക്ക് ശേഷം. അവന് കിട്ടുന്ന നേട്ടം കേട്ടോ. അസ്മാഉൽ ഹുസ്ന 10 പ്രാവശ്യം സുബഹി കഴിഞ്ഞ് ചെല്ലുന്നവന് കിട്ടുന്ന നേട്ടം കേട്ടോ. അല്ലാഹു ജല്ല ജലാലവൻ മലക്കൊന്നിനെ പടച്ചിട്ടുമുണ്ടതു കേൾക്ക് രൂപം എങ്ങനെ. അവർക്കുള്ള തലയും 1000 എന്നുണ്ട്. ഓരോരോ തലയിൽ 1000 മുഖമുണ്ട്. 1000 തല, ഓരോ തലയിലും 1000 മുഖം. ഓരോരോ മുഖമിൽ 1000 വായുണ്ട്. ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട്. അല്ലാഹു മലക്കുകളെ സൃഷ്ടിച്ചു. ചില മലക്കുകൾ, ആ മലക്കുകളുടെ തല തന്നെ 1000 ഉണ്ട്. ഓരോ തലയിലും 1000 മുഖമുണ്ട്. ഓരോ മുഖത്തിലും 1000 വായയുണ്ട്. ഓരോ വായിലും 1000 നാക്കുണ്ട്. റബ്ബ് സൃഷ്ടിച്ചാൽ നമുക്കതിന് സാധിക്കുന്നതാണല്ലോ. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് കഴിവുള്ളവനാണ്. ഹദീസാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു മലക്ക്. അപ്പോൾ അവർക്ക് നീ നോക്ക് നാക്കിൻ്റെ എണ്ണവും കോടിക്കണക്കിനുമുണ്ട് കൂട്ട് നീ കൃത്യവും. കോടാനുകോടി നാക്കുകളായിരിക്കും അവർക്കുണ്ടാവുക. കാരണം 1000 തല, ഓരോ തലയിലും 1000 മുഖം, ഓരോ മുഖത്തിലും 1000 വായ, ഓരോ വായിലും 1000 നാക്ക്. അങ്ങനെ ചിന്തിച്ചു നോക്ക് എത്രയാണുള്ളത്. മാഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഈ മലക്കുകളുടെ ജോലി എന്താ? അങ്ങനത്തെ ചില മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ജോലി എന്താ? തസ്ബീഹ് ചെയ്യും ജോലിയാ മലക്കിന്.
ഈ നാക്ക് കൊണ്ട് നിരന്തരം റബ്ബിന് തസ്ബീഹ് ചെയ്യും ജോലിയാ മലക്കിന്. ഈ നാക്ക് കൊണ്ട് നിരന്തരം റബ്ബിന് തസ്ബീഹ് ചെയ്യും ജോലിയാ മലക്കിന്. ഈ നാക്കുകൊണ്ട് മറ്റൊരു ജോലിയുമില്ല, അള്ളാഹുവിന് നിരന്തരം തസ്ബീഹ് ചെല്ലുക. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്ന മലക്കുകളാണ് ഈ മലക്കുകൾ. അങ്ങനത്തെ ഒരു വിഭാഗം മലക്കിനെ അള്ളാഹു സൃഷ്ടിച്ചു. ആ മലക്കുകൾക്ക് ഓരോരുത്തർക്കും 1000 തലയുണ്ട്, ഓരോ തലയിലും 1000 മുഖമുണ്ട്, ഓരോ മുഖത്തും 1000 വായുണ്ട്, ഓരോ വായിലും 1000 നാക്കുണ്ട്. അങ്ങനത്തെ കോടി നാക്കുകൾ ഉള്ളതാകുന്ന മലക്കുകൾ. എത്ര നാക്കായിരിക്കും അവർക്കുണ്ടാവും? അവരൊരു സുബ്ഹാനല്ലാഹ് പറയുമ്പോ കോടിക്കണക്കിന് തസ്ബീഹാണ്. അങ്ങനത്തതാകുന്ന മലായിക്കത്തുകൾ എല്ലാവരും കൂടി ഇരുന്ന് തസ്ബീഹ് ചൊല്ലാണ്. അവരുടെ ജോലി തന്നെ തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ വാഴ്ത്തലാണ്. അല്ലാഹു പരിശുദ്ധനാണെന്ന് വാഴ്ത്തലാണ്. ചോദിച്ചു ആ മലക്കും ഇലാഹോടതബിരും, നിനക്കുണ്ടോ ആബിദ ശ്രേഷ്ഠമായവരെന്നിലും? ഇത്രത്തോളം മഹത്വവൽക്കരിച്ചതാകുന്ന മലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നതാകുന്ന ഈ മലക്ക് ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, എന്നേക്കാൾ വലിയതാകുന്ന അടിമ നിനക്കുണ്ടോ അല്ലാഹ്? നിനക്കുണ്ടോ അല്ലാഹ്? കാരണം എനിക്കുള്ളത് 1000 തലയാണ്, ഓരോ തലയിലും 1000 മുഖമാണ്, ഓരോ മുഖത്തും 1000 വായയാണ്, ഓരോ വായയിലും 1000 നാക്കാണ്. നീ തന്നത് റബ്ബേ. ഈ കോടി നാക്ക് വെച്ചുകൊണ്ട് ഞാനിതാ നിനക്ക് തസ്ബീഹും ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുകയാണ്, നിന്നെ വാഴ്ത്തിക്കൊണ്ട് നിലകൊള്ളുന്ന റബ്ബേ. എന്നേക്കാൾ വലിയതാകുന്ന ഒരു അടിമ നിനക്കുണ്ടോ അല്ലാഹ്? നിനക്ക് ആരാധന നിർവഹിക്കുന്നവനായിട്ട് ഒരാളെങ്കിലും ഉണ്ടോ അല്ലാഹ്? ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അത്രേ, ആദം നബി അവർക്കുള്ള മക്കളിൽ നിന്നൊരാൾ ചെയ്യുന്നതാണ് നിങ്ങളെക്കാൾ അമലുകൾ. അല്ലയോ മലക്കുകളെ, നിങ്ങളെക്കാൾ കൂടുതൽ അമലുകൾ ചെയ്തവരായിട്ട് അല്ലാഹുവിന്റെ ഹളറത്തിൽ, റബ്ബിന്റെ തിരുഹളറത്തിൽ രേഖപ്പെടുത്തപ്പെടുക ആരെ എന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന്, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളുടെ പരമ്പരയിൽ നിന്ന് ആരാണെന്നറിയുമോ? അവർ അല്ലാഹുവിനെ ചെയ്യുന്നതാകുന്ന ഇബാദത്ത് ഏതെന്നറിയുമോ? അവർ ചെയ്യുന്ന ഇബാദത്ത് നിങ്ങൾ ഈ ചെയ്യുന്നതാകുന്ന തസ്ബീഹിനേക്കാൾ, നിങ്ങൾ ഈ ചൊല്ലിത്തീർക്കുന്നതാകുന്ന തസ്ബീഹിനേക്കാൾ വലിയതാകുന്ന വർണ്ണമായ പ്രതിഫലം അല്ലാഹു നൽകുമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് മറുപടി പറഞ്ഞതായി ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ അവർക്ക് കൗതുകമായി, ആരാണ് ആ കൂട്ടർ, ഏതാണ് ആ മഹാൻ? ആരാണ് റബ്ബേ ആ മഹാൻ? ഞാൻ ചെന്ന് കാണാൻ എനിക്ക് അനുവാദവും താ ഇന്ന്. ആരാണ് റബ്ബേ അത്തരത്തിലുള്ളതാകുന്ന വലിയ മഹാൻ? ആരാണ്? എനിക്ക് അല്ലാഹുവേ നീ നൽകിയിരിക്കുന്നതാകുന്ന ഈ കോടി നാവുന്ന അവയവം വെച്ചുകൊണ്ട് കോടിക്കണക്കിന് തസ്ബീഹുകൾ സെക്കൻഡ് ബൈ സെക്കൻഡ് നിനക്ക് വേണ്ടി ചൊല്ലി തീർക്കുന്നവനല്ലേ റബ്ബേ. എന്നേക്കാൾ വലിയതാകുന്ന ആ മഹാൻ ചെയ്യുന്ന അമലി ഏതാണ്? ഞാനൊന്ന് പോയി എന്ന് നോക്കട്ടെ, എനിക്ക് അവനെ കാണാനുള്ള ഒരു അനുമതി നൽകണേ അല്ലാ. അനുവാദവും വാങ്ങിച്ചു കൊണ്ടിറങ്ങുന്നതായി തമ്മിൽ പരസ്പരം കണ്ട് സന്തോഷത്തിലായി. വെറും ഫർളിനേക്കാൾ കൂടുതൽ യാതൊന്നും മലക്കന്ന് കണ്ടില്ലേ മഹാനിൽ നിന്നും. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു റബ്ബിന്റെ അനുവാദത്തോടുകൂടി
ആദം നബിയുടെ സന്തതികളെ വീക്ഷിക്കുകയാണ്, ഓരോരുത്തരെയും വീക്ഷിക്കുകയാണ്. ഒരു മഹാനുഭാവനെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെതാകുന്ന ജീവിതത്തിൽ ഫർളായ നമസ്കാരങ്ങളല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കാതെ തിരിച്ചു പോകവേ ഈ മലക്ക് അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളതായ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമലേതാണ്? ഏതാണ്? ഒരു മഹാനെ കണ്ടെത്തി. ആ മഹാൻ ഫർളല്ലാത്ത മറ്റൊന്നും ചെയ്യുന്നില്ല, വേറൊന്നും നിസ്കരിക്കുന്നില്ല, വേറൊന്നും ചെയ്യുന്നുമില്ല. ഫർള് നമസ്കാരങ്ങളൊക്കെ കറക്റ്റാണ്. പിന്നെന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അമലേതാണ്? മലക്ക് നോക്കുമ്പോ ഇവന്റെ നിസ്കാരം വെച്ച് നോക്കുമ്പോ എന്റെ ഒരൊറ്റ തസ്ബീഹ് മതി. എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ കോടാനുകോടി നാവ് കൊണ്ടുള്ള ഒരൊറ്റ തസ്ബീഹ് കൊണ്ട് ഇവന്റെ ഈ നിസ്കാരത്തെക്കാളൊക്കെ വലിയതാവും. പിന്നെന്താ ഇവൻ വലിയ രഹസ്യമായിട്ട് വല്ല അമലുണ്ടോ? ചോദിച്ചു. അപ്പോൾ മലക്കവർ ചോദ്യമായവരോട്, എന്തുണ്ട് ഇതു കൂടാതെ പറയെന്നോട്? ഇതല്ലാതെ വേറെന്തെങ്കിലും ദിക്റുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് പറഞ്ഞു തരണം എന്ന് ഈ മലക്ക് ചോദിച്ചു വന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ ചെയ്യുന്നറിയോ? മാഷാ അല്ലാഹ്, ഇതാണ് നമ്മുടെ റൂഹെ ബയാനിലുള്ള മുഴുവൻ കുടുംബാദികളും ജീവിതത്തിൽ നിത്യമായി കൊണ്ടുവരേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് നിങ്ങൾക്ക് റൂഹെ ബയാനിലൂടെ കിട്ടുന്നത്? റൂഹെ ബയാനിലൂടെ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ ഉണർവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദറജ ഉയരാൻ സാധിക്കും, പദവികൾ ഉയർത്തിക്കൊണ്ടുപോകാൻ. ഓരോ ആഴ്ചയും നമ്മൾ വ്യത്യസ്തമായ ദിക്റുകളും അദ്കാറുകളും പരിചയപ്പെടുക. ഇതാ കേട്ടോ, എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ. ഞങ്ങളിപ്പോ ഈ ഫർള് കണ്ടില്ലേ, അതുകൂടാതെ ഞാൻ ചെയ്യുന്ന ഒരു അമൽ ഇതാണ്. സുബഹിക്ക് ശേഷം ചെല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന വെറും 10 എണ്ണവും. സുബഹിക്ക് ശേഷം ചൊല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന വെറും 10 എണ്ണവും. ഇത് ഇബ്നു ഹിബ്ബാൻ തിർമുദി റിപ്പോർട്ടും ചെയ്തൊട്ടുമുണ്ടേ ഹാക്കിം ഇമാം സപ്പോർട്ടും. സുഹൃത്തുക്കളെ, ഇത് എത്ര ലാഭം ഉള്ളതാ! 12 മിനിറ്റിൽ 10 തീർക്കാവുന്നതാ. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന തൽവാ ഉസ്താദ് അവിടുത്തെ അൽ മവാഹിബുൽ ജലിയയിൽ ഒരു അധ്യായം തന്നെ തീർത്തിരിക്കുകയാണ് അസ്മാഉൽ ഹുസ്നയുടെ ശ്രേഷ്ഠതകൾ എന്ന് വിവരിച്ചുകൊണ്ട്. 58ാമത്തെ അധ്യായം അതാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ. അദ്ദേഹം ചോദിക്കുന്നു, സുഹൃത്തുക്കളെ, ഇത് എത്ര ലാഭം ഉള്ളതാ! 12 മിനിറ്റിൽ 10 തീർക്കാവുന്നതാ. വെറും 12 മിനിറ്റേ ഉള്ളൂ മാക്സിമം. അങ്ങേയറ്റം നിങ്ങൾ എടുത്താൽ തന്നെ നല്ല വൃത്തിയായി ചൊല്ലാൻ എടുക്കുന്ന സമയം 10 എണ്ണം സുഖമായിട്ട് തീർക്കാം. അപ്പൊ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം മറ്റുള്ള ഔറാദുകൾ, സാധാരണ നമ്മൾ ചൊല്ലുന്ന ഔറാദുകൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈമാൻ സലാമത്താകാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചിരുന്നു. അതൊക്കെ ചൊല്ലി സാധാരണയുള്ള വെറുതുകളും ഔറാദുകളും ഒക്കെ കഴിഞ്ഞ് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് കാലനക്കാതെ അങ്ങനെ തന്നെ ഇരുന്ന് ഇടയ്ക്ക് സംസാരിക്കാതെ ഒരു 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് വേണം ചെറിയൊരു ദുആ ചെയ്തിട്ട് എഴുന്നേക്കാൻ. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ വിജയം വരും. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്ക്. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. രാത്രി 2:30-3 മണി മാക്സിമം പോകുമ്പോ ബഹുമാനപ്പെട്ടതാകുന്ന മർഹൂം ശൈഖുന തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ അവിടുന്ന് എഴുന്നേക്കുമായിരുന്നു. എല്ലാ ദിവസവും കടക്കുന്നത് തന്നെ 1 മണിയാകുമ്പോഴാണ്. അതും കിടക്ക വിരിച്ചിട്ടുള്ള ഒരു കടത്തമില്ല, പുതപ്പ് വിരിച്ചിട്ട് പുതച്ചിട്ടുള്ള ഒരു കടത്തവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കിതാബ് മുത്താല ചെയ്ത് അതിങ്ങനെ വായിച്ചു ഒരുപക്ഷെ അതിലേക്ക് വീഴും. ഉറങ്ങി അങ്ങനെ വീഴും. ചിലപ്പോൾ അങ്ങനെ കിടക്കുമ്പോ ഭാര്യ വന്നിട്ട് വിരിപ്പ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വിരിച്ചിട്ട് അങ്ങോട്ട് ചരിച്ചു കടത്തും. അങ്ങനെ ഉറങ്ങിയാലായി 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എഴുന്നേക്കാണ്. 2:30 ആകുമ്പോ എഴുന്നേക്കാൻ. അവസാന നാളുകൾ എത്തിയപ്പോ വലിയ അലാറം വെക്കാണ്. കാരണം തീരെ ക്ഷീണം കാരണവും രോഗശയ്യ കാരണം ബുദ്ധിമുട്ടായപ്പോ, രോഗം കാരണം പ്രയാസമായപ്പോ എഴുന്നേൽക്കാൻ പ്രയാസകരമാകുന്ന സമയത്ത് അദ്ദേഹം അലാറം വെച്ച് എഴുന്നേൽക്കാൻ. അപ്പോഴും ഭാര്യ ചോദിച്ചു, അല്ലാഹു നമുക്ക്
എല്ലാവിധ തൗഫീഖൊക്കെ നൽകിയതല്ലേ, ഒരല്പം കൂടി നിങ്ങളുടെ ശരീരം ഇങ്ങനെ ക്ഷീണിപ്പിക്കണ്ടല്ലോ, ഒരല്പം കൂടി ഉറങ്ങിക്കൂടെ? അപ്പോൾ അദ്ദേഹം പറയുന്നത്, റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണ്ടേ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിച്ച സമയത്ത് കാലിൽ നീര് കെട്ടി വീർത്തപ്പോൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ചെന്ന് ചോദിച്ചപ്പോൾ, എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്ന നബിയെ, കാല് നീര് കെട്ടി വീർക്കാൻ മാത്രം ഇങ്ങനെ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ശരീരത്തെ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നബി കൊടുത്ത ഒരു മറുപടിയുണ്ട്. അതേ മറുപടിയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ മാറണ്ടേ എന്ന് പറഞ്ഞ് മഹാനുഭാവൻ നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുത്തുകൊണ്ട് ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞാൽ അവസാന നാളുകൾ വരെ സുബഹി വരെ നിസ്കാരവും ഖുർആനോത്തുമായി നിലകൊള്ളാൻ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളും. 12 മണിവരെ കിതാബ് മുതാലയത്ത് ഇൽമിയായ ചർച്ചകളാണ്. വരുന്ന ആലിമീങ്ങൾക്കെല്ലാം അവസാന നാളുകളിൽ അദ്ദേഹം കൊടുത്തിരുന്നത്, സമയം അനുവദിച്ചിരുന്നത് കേവലം 2 മിനിറ്റ് മാത്രമാണ്. സാധാരണക്കാർക്ക് 1 മിനിറ്റ്, ആലിമാണെങ്കിൽ 2 മിനിറ്റ്. കാരണം കൂടുതൽ ഇവിടെ സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഭൗതികമാകട്ടെ ഭൗതികമാകട്ടെ എന്ത് വിഷയമായിക്കോട്ടെ, എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് പാരത്രിക ലോകത്തേക്ക് അമല് ചെയ്യാനും ഈ സമയം കുറവാണെന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് തന്നെ പിന്തിരിപ്പിക്കുമായിരുന്നു. ആളുകളോട് കൂടുതൽ സംസാരിച്ചിരിക്കാൻ തയ്യാറാകാത്ത ഘട്ടങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ആണെങ്കിലോ 10 പേരെ കിട്ടുമ്പോൾ വർത്താനം പറയാം. അങ്ങനെ സുബൈ നിസ്കരിച്ചാൽ, സുബൈ ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് പോവാൻ, തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോവാൻ. അവ്വൽ സഫിൽ വരും, ഒന്നാമത്തെ സഫിൽ തന്നെ വെക്കും, ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കും. തലവാ ഉസ്താദ് എവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വാതിന് പോയിരുന്നാലും താമസിക്കുക പള്ളിയിൽ തന്നെയാണ്. മറ്റാരുടെ വീടുകളിൽ പോയി കഴിവതും അദ്ദേഹം ഉറങ്ങാറില്ല. എന്തുകൊണ്ട്? ജമാഅത്തിനെ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. 60 വർഷക്കാല ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരൊറ്റ ജമാഅത്ത് പോലും അദ്ദേഹത്തിന് മുടങ്ങിയിട്ടില്ല എന്ന ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, അദ്ദേഹത്തിന് വേണ്ടി വിശുദ്ധമായ ഖുർആനിലെ യാസീനും സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മൾക്ക് എത്ര ജീവിതത്തിൽ ഖൈറുണ്ടാകും അതിലൂടെ. ഖത്മ് തീർക്കുന്നവരെ നമ്മുടെ ജീവിതത്തിൽ എത്ര ഖൈറുണ്ടാവും. 60 വർഷത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരൊറ്റ ജമാഅത്തായ നമസ്കാരം മുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ. യാത്രയിലാണെങ്കിൽ പോലും അതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കും. ഒരാളെയും കൂടെ കൂട്ടി ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കും. അങ്ങനെ ശീലിച്ചിരുന്നു. അവ്വൽ വഖത്തിൽ നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, ആ നമസ്കാരങ്ങളൊക്കെ തന്നെ ജമാഅത്തായി 27 ഇരട്ടി പ്രതിഫലം കിട്ടണമല്ലോ, അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മരണം വരെയും അങ്ങനെ ശ്രദ്ധിച്ച ഒരു മഹൽ വ്യക്തിത്വം. സുബൈ നമസ്കാരം പള്ളിയിൽ കഴിഞ്ഞാൽ അദ്ദേഹം ഖിബ്ലയിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഔറാദുകളും ഒക്കെ കഴിഞ്ഞ് ആ ഇരിപ്പിരുന്നിട്ട് അസ്മാഉൽ ഹുസ്ന 11 പ്രാവശ്യം ഓതിയതിന് ശേഷമല്ലാതെ കാല് തിരിക്കാറില്ല. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ കേരളക്കരയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ തഴവ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ ജീവിച്ച് 23 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞതാകുന്ന മഹാനുഭാവൻ 23ാമത്തെ ആണ്ടാണ് അദ്ദേഹത്തിന്റെ വരുന്ന സഫർ 29-ന്. അള്ളാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. നമ്മുടെ നാട്ടിൻപുറത്ത് ജീവിച്ച മഹാനുഭാവനാണ്. അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ആ നാട്ടിലെത്തിയാൽ മതി, വേറെ എവിടെയും പോകണ്ട. ജനങ്ങൾക്ക് എല്ലാവർക്കും സുവ്യക്തനാണ്. അതുകൊണ്ടാണല്ലോ ഇന്നും കേരളക്കരയിൽ മാത്രമല്ല എല്ലാ ആലിമീങ്ങളും, ഏത് വിഭാഗക്കാരാകട്ടെ ഏത് വ്യക്തികളാകട്ടെ, എല്ലാവർക്കും അദ്ദേഹം സുസമ്മതനാണ്. ആർക്കും അദ്ദേഹത്തോടൊരു വെറുപ്പില്ല, വിദ്വേഷമില്ല, വൈര്യമില്ല. എല്ലാവർക്കും വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. കാരണം തികഞ്ഞ ആത്മീയതയിൽ ചാരിച്ച ജീവിതമായിരുന്നു. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവർ ജീവിച്ചതാകുന്ന നല്ല വഴിയിൽ നല്ല മാർഗങ്ങൾ കണ്ടെടുത്തുകൊണ്ട് ജീവിതം പ്രാവർത്തികമാക്കാൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് അവരൊക്കെ മരണം വരെയും ഈ അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ നിസ്കാരത്തിന് ശേഷം സുബൈക്ക് ശേഷം നിത്യമാക്കിയത്? ഈ ഹദീസിന്റെ ബലത്തിലാണ്. ഒരു ഹദീസ് കണ്ടാൽ അത് അമൽ ചെയ്യും, അത് വിട്ടുകളയൂല, അതത്ര നിസാരമായി തള്ളിക്കളയൂല. ലൈഫായ ഹദീസ് ആണെങ്കിൽ പോലും അമലിന് പറ്റുമെന്ന് ഇമാം നവവി തങ്ങൾ അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ഹദീസ് കണ്ടാലും അത് നിസാരമാക്കൂല. അതെല്ലാം അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്നു, അമൽ കൊണ്ടുവരുന്നു. പറച്ചിലിൽ മാത്രമല്ല, ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്നു. അള്ളാഹു നമുക്കും അത്തരത്തിലുള്ള മഹോന്നതമായ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളോടും എന്നോടുമായി ഉണർത്തുകയാണ്, സുബഹി കഴിഞ്ഞിട്ട് കഴിവതും നമ്മളൊക്കെ ഒരു 10 പ്രാവശ്യമെങ്കിലും അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. അള്ളാഹുവിന്റെ നാമമാണ്. റബ്ബിനെ നമ്മൾ വിളിക്കുക. ഈ നിപ്പ വൈറസും ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് നിലകൊള്ളുന്നവരാണ്. സങ്കീർണമാകുന്ന പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ നടന്നു പോവാൻ യാത്ര ചെയ്തു
ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മുസ്ലിം സമുദായം ഒരുപാട് സങ്കുചിതമാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം വേണം. നമ്മുടെ ജീവിതത്തിൽ ഒരു അമലിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളിങ്ങനെ ജീവിച്ചു പോവാൻ നമ്മൾ കാണുന്നത് എന്തും എടുത്ത് സ്റ്റാറ്റസിലാൻ നമ്മൾ തയ്യാറാകും. ഒരു ആത്മീയമാകുന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ ഒന്നും നമ്മൾ തയ്യാറാവുന്നില്ല. 70 തികഞ്ഞതാകുന്ന സിനിമാ നടനെ എല്ലാവർക്കും വലിയ ഇഷ്ടം. എല്ലാവരും എടുത്ത് പ്രൊഫൈൽ പിക്ചറാക്കി വെക്കുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, വീഡിയോ ഇടുന്നു, ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. എന്നാൽ ഒരു ആത്മീയമാകുന്ന അറിവ് ജീവിതത്തിൽ ഷെയർ ചെയ്യാത്ത, അള്ളാഹുവിന്റെ 99 നാമങ്ങൾ പോലും കാണാതെ പഠിക്കാത്ത, ലോകത്തുള്ള സർവ്വ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും സീരിയൽ നടന്മാരുടെയും നടിമാരുടെയും രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെയും സഹോദര സഹോദരിമാരുടെയും കുടുംബക്കാരുടെയും ബന്ധുക്കളുടെയും അയൽവാസികളുടെയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഇതര സമുദായത്തിലെയും വരെ ലോകത്തുള്ളതാകുന്ന സർവ്വ ആളുകളെയും മുഗൾ ചക്രവർത്തിമാരുടെയൊക്കെ പേര് ചോദിച്ചാലും എന്ത് സംഭവം ചോദിച്ചാലും ചരിത്രങ്ങളൊക്കെ കലക്കി കുടിച്ചിട്ടുള്ള ആളുകൾക്ക് റബ്ബിന്റെ പേര് 99 പേര് പഠിക്കാനും അതൊന്ന് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനും അതൊന്ന് സ്റ്റാറ്റസ് വെക്കാനും അത്തരത്തിലുള്ള അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്താൽ പോലും അത് ജനങ്ങളിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാൻ പോലും മുസ്ലിമേ നിന്റെ ജീവിതത്തിൽ ഇതിനൊന്നും താല്പര്യമില്ലെങ്കിൽ പിന്നെ നീ എന്ത് മോമിനാണ്? നീ പേരിൽ മോമിൻ, നീ റേഷൻ കാർഡ് മാത്രം മോമിൻ, നീ കിറ്റ് വാങ്ങാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു മോമിൻ. അത്രേ പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു ആത്മീയമാകുന്ന ഒന്നുമില്ല എന്നർത്ഥം. നീ കേവലം ഇങ്ങനെ ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും എന്ന് വേണ്ട സർവ്വ കാർഡുകളിലും ഇങ്ങനെ ഈമാൻ തുളുമ്പുന്ന പേരെഴുതി വെച്ചു, 10 വരിയുള്ള പേരുണ്ടെന്ന് മാത്രം. ജീവിതത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എങ്കിൽ റഹ്മാനും റഹീമുമായ പടച്ചറബിന്റെ യഥാർത്ഥ സച്ചരിതരാകുന്ന അടിമകളെ നമ്മൾ ഉൾപ്പെടണ്ടേ? അതിനുവേണ്ടി പരിശ്രമിക്കാൻ, അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അമൽ ചെയ്യണം, അതിനുവേണ്ടിയാണ് ഈ ജീവിതം. ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിക്കും. 12 വയസ്സുള്ള ഒരു പൊന്നുമോൻ, ഹാഷിം എന്നൊരു പൊന്നുമോനാണ് നിപ്പ ബാധിച്ച് മരണപ്പെട്ടത്. അവസാന സമയം തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മാക്കും കുടുംബത്തിനും ഒരു ചുംബനം പോലും കൊടുക്കാൻ വയ്യാതെ നമ്മൾ ചിന്തിക്കണം. കോഴിക്കോട് ജില്ലയിലെ കടപ്പുറം തീരത്തുള്ളതാകുന്ന കണ്ണാടിപ്പറമ്പ് മഹലിന്റെ ഖബർസ്ഥാനിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊണ്ടുവന്ന് ഖബറടക്കം ചെയ്യപ്പെടുകയാണ്. ചിന്തിക്കണം, നാളെ നമുക്കും ഇതേകുമോ? ഇത്തരത്തിലുള്ള വൈറസ് ബാധകളേകുമോ? ആളുകൾ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക്, ഈ സമൂഹവും സമുദായവും ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ മയ്യത്തുകളാകുമോ? നല്ല ഒരു വിലാപയാത്ര പോലും, അല്ലെങ്കിൽ നല്ല ഒരു മയ്യത്ത് നമസ്കാരത്തിന്റെ ചടങ്ങ് പോലും, നല്ല രീതിയിൽ 10 ആള് കൂടിയിട്ട് ദുആ ചെയ്യാനുള്ള ഒരു സന്ദർഭം പോലും നമുക്കൊക്കെ ഇല്ലാതെ പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിലകൊള്ളണം. നമ്മുടെ ജീവിതം ഇപ്പോഴും കളിതമാശയിലും രസത്തിലും മോശപ്പെട്ട രീതിയിലുമാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ രക്ഷപ്പെടും പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് അമലിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.